മനുഷ്യനാണെങ്കിൽ ഒരു പകയുടെ ഒരു ദേഷ്യത്തിൻ്റെ എലമെൻ്റ് ഉണ്ടാവില്ലേ ശ്രീനമ്പി? ഉണ്ടാവും. അതിന് ഒരു റിപ്ലൈ ഐ വിൽ ട്രൈ ടു ഗിവ് യു. അതിന് യെസ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ല. പക്ഷേ ഇപ്പം ഞാനൊരു സ്റ്റേജ് എത്തി, അതിനകത്ത് വളരെ സന്തോഷകരമായ ഒരു സ്റ്റേജാണ്. അതായത് ഞാൻ കുറ്റക്കാരനല്ല, ആര് എന്തു പറഞ്ഞാലും കുറ്റക്കാരനല്ല. പിന്നെ അത് ഇപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോഴും അത് മറ്റേ സുപ്രീം കോടതിയിൽ പോയിട്ട് എന്തോ വളച്ചൊടിച്ച് വാങ്ങിച്ചു എന്നൊക്കെ എല്ലാം പറയാം. അത് നമുക്കതിനകത്ത് മറുപടി പറയാൻ ഒക്കില്ല. അത് വന്നപ്പോൾ തന്നെ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിപ്പോയി. എൻ്റെ ആ സോക്കാൾഡ് റിവെഞ്ച്ഫുൾ അങ്ങനെയുള്ള ഒരു വാശി, ഞാൻ ഉള്ളത് പറയണം, മാറിപ്പോയി. എനിക്കിപ്പോൾ എല്ലാവരെയും ഒരു സാധാരണ രീതിയിൽ വളരെ അൺകൺസേൺഡ് ആയിട്ട്, ഡിറ്റാച്ച്ഡ് ആയിട്ട്, എനിക്ക് ഡിസ്പാഷനേറ്റ് നോക്കാൻ എനിക്കങ്ങനെ പഠിച്ചുപോയി, അങ്ങനെ വന്നുപോയി. ഇനി ഒരു സന്യാസത്തിലേക്ക് പോവോ? അത് അല്ലല്ല, ഇതിൽ കൂടുതലായിട്ടുള്ള ഒരു വിഷമം പറയാം. ഞാൻ ഈ മനുഷ്യൻ ചന്ദ്രശേഖർ മരിച്ചുപോയ കാര്യം, ഞാൻ ഐ വാസ് കോൺസ്റ്റൻ്റ്ലി ഇൻ ടച്ച് വിത്ത് ഹിം. അപ്പോൾ അവൻ വീണ്ടും എന്നോട് പറഞ്ഞത്, ഇത് മറ്റേ ജൂലൈ 10-ാം തീയതി തന്നെ ഇതിൻ്റെ കേസ് തീർന്നു. ആഗസ്റ്റ് സെപ്റ്റംബർ 10 എപ്പോഴാണ് ജഡ്ജ്മെൻറ്റ് വരും എനിക്കറിയില്ല, എപ്പോൾ വരും, ഇതെന്താ റിസർവ് ചെയ്തിട്ട് 2 മാസമായല്ലോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നോട്. ചന്ദ്രശേഖർ ചോദിക്കായിരുന്നു. പക്ഷേ ഹി വാസ് ഓൾസോ ആങ്ഷ്യസ്. ഇത് ആശുപത്രി കിടക്കിൽ നിന്നും അല്ല, അത് കഴിഞ്ഞിട്ടാണ് ആശുപത്രിയിൽ പോകുന്നത്. ഓക്കെ. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അങ്ങേര് കോമാ സ്റ്റേജിൽ പോകുന്നത് അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജഡ്ജ്മെൻറ്റ് വരുന്നത്. അപ്പം അങ്ങേരുടെ വൈഫുമായിട്ട് ഞാൻ സംസാരിക്കുമ്പം അവരുടെ ചോദ്യം, അവർ സത്യം പറയട്ടെ, ഭർത്താവ് മരിച്ചുപോയി എന്നുള്ള സങ്കടം എല്ലാവർക്കും കാണും. പക്ഷെ അവളുടെ സങ്കടം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ റിസൾട്ട് മനസ്സിലാക്കാതെ അറിയാതെ പോയല്ലോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തുമാത്രം ആ ഡിഗ്നിറ്റിക്ക് വില കൊടുക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരും നടുത്തര കുടുംബങ്ങളാണ്. ഇവരുടെ ഇൻകം പെട്ടെന്ന് പോയി. ഇവരുടെ ഒരു ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇവരൊക്കെ. പിന്നെ എനിക്ക് വാശിയല്ല, ഞാൻ അവരെക്കാട്ടിലും വലിയ ഒരു പൊസിഷനിലുമല്ല. പക്ഷേ എൻ്റെ ചിലവുകൾ വളരെ കുറവാണ്, അത് വേണം പറയാൻ. ഇഫ് ഐ എം ഡ്രിങ്കിങ് ഹെവിലി, എനിക്ക് ഒരു ദിവസം തന്നെ 1000-2000 രൂപ വേണ്ടി വരും. അപ്പോൾ എൻ്റെ ചിലവ് വളരെ കുറവാണ്. പലരും പുറത്ത് പറയുന്ന വേറൊരു കാര്യം പറയാം, ഞാൻ പിന്നെ അടിച്ച് ഫിറ്റായി തേടുന്ന ഉരുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പേ ഞാൻ പോയിരിക്കണം. ആരെ ബോധ്യപ്പെടുത്തുന്നു? ഞാൻ അടിച്ച് ഫിറ്റാകുന്നില്ല എന്ന് ആരെയാണ് ഞാൻ ബോധ്യപ്പെടുത്തുന്നത്? എന്നെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം.